ഗ്യാസിന് പറഞ്ഞിട്ട് ഇതുവരെ ഗ്യാസ് കിട്ടിയിട്ടില്ലല്ലോ. ഗ്യാസ് കിട്ടാനില്ല, അതുകൊണ്ടല്ലേ കൊണ്ടുത്തരാതെ. അല്ല, ഞാൻ കൊറേ ദിവസമായിട്ട് ബുക്ക് ചെയ്തിട്ട്. 45 ദിവസം കൊണ്ട് ഗ്യാസ് കിട്ടുന്നാന്നല്ലേ പറയുന്നു. ഞാൻ അതിന് മുന്നേ ബുക്ക് ചെയ്തതല്ലേ. നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് 45 ദിവസം ആയില്ലല്ലോ. എന്നാലും ഒന്ന് കൊടുത്തരുമോ? എപ്പോഴ്? ഇന്ന് കിട്ടുമോ, കൊണ്ടുതരുമോ? ഇന്നൊന്നും ഇല്ല ഗ്യാസില്. ഇപ്പൊ ഉള്ളത് വളരെ കുറച്ചുള്ളൂ. അത് കുറച്ചൊക്കെ അതിനേക്കാൾ മുന്നേ ബുക്ക് ചെയ്ത ആൾക്കാർക്ക് കൊടുക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ ഇന്നലെ താഴത്തെ വീട്ടിലെല്ലാം പോകുന്നുണ്ടല്ലോ. നിങ്ങളത് കണ്ടാ? ഞാനിന്നലെ കണ്ടു. ഞാൻ നിങ്ങളെ വിളിച്ചിട്ടും കേൾക്കുമ്പോൾ നിങ്ങൾ എത്തി, അതുകൊണ്ടാണ്. എന്നാലും ഒന്ന് കൊണ്ടുത്തരാൻ പറ്റുമോ? ഒരു കുറ്റിയെങ്കിലും. നമ്മളിപ്പോ ഗ്യാസ് ഇപ്പൊ അങ്ങനെ കൊണ്ടുത്തരാൻ പറ്റുമോന്ന് ചോദിച്ചാല്, അങ്ങനെയൊക്കെ ഇപ്പൊ നമ്മളൊരു നല്ലൊരു അടുത്ത ആൾക്കാർക്കൊക്കെ ആകുമ്പോ നമ്മൾ ചെറിയൊരു ഇതൊക്കെ വിചാരിച്ചിട്ട് കൊടുക്കും. നിങ്ങളൊക്കെ വെച്ചാല് നമ്മള് ഗ്യാസ് എടുത്തിട്ട് ഒന്ന് അകത്ത് വെക്കുമ്പോ തട്ടിപ്പോയാല്, ശരീരത്തിൽ തട്ടിപ്പോയാലൊക്കെ വലിയ കംപ്ലൈന്റ് പറയുന്ന ആൾക്കാരല്ലേ. അപ്പോ നമുക്ക് അങ്ങോട്ട് വരാനും ഒരു മാനസികമായിട്ടൊരു ഇതൊക്കെ വേണ്ടേ. നിങ്ങള് സ്ഥിരമായിട്ട് കൊണ്ടുത്തരുന്ന ആളല്ലേ, അപ്പൊ പിന്നെ നിങ്ങളോടല്ലാണ്ട് ഇനി ആരോടാണ് ഞാൻ പറയേണ്ടത്? ഞങ്ങൾ സ്ഥിരമായിട്ട് കൊണ്ടുത്തരുന്ന തന്നെ. പക്ഷെ സ്ഥിരമായിട്ട് കൊണ്ടുത്തരുമ്പോ ഞാൻ ആദ്യമൊക്കെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാതെ തന്നെ ഞാൻ അതിൽ പോകുമ്പോ നിങ്ങൾ വിളിച്ചു പറഞ്ഞ് ഞാൻ ഗ്യാസ് തരാറില്ലേ? അതൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ എനിക്കൊരു ആവശ്യമുണ്ട്, അതുകൊണ്ടാ. അത് ആവശ്യമുണ്ടാകുമ്പോ ആ സമയമാട്ടെ നേരം അപ്പോഴേക്ക് വെച്ചാൽ പോരെ ആവശ്യമൊക്കെ. പിന്നെ നമ്മള് ഗ്യാസ് കൊടുക്കുമ്പോ ഡേറ്റ് ഒക്കെ നോക്കി കറക്റ്റ് ആ ഒരു സമയത്തുമ്പല്ലേ കൊടുക്കേണ്ട കാര്യമുള്ളൂ. നമുക്ക് ആരോടും അങ്ങനെ ഒരു ഔദാര്യമൊന്നും കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, നിങ്ങളോട് അല്ല, എന്റെ അനക്കെന്താ കൊണ്ടുതരാത്തത്? കാര്യം പറ. അല്ല, പല സ്ഥലത്ത് നിങ്ങൾ കൊണ്ടുകൊടുക്കുന്ന ഞാൻ കണ്ട്, അതുകൊണ്ട് ചോദിക്കുന്നു. എനിക്ക് മാത്രമേ കൊണ്ടുതരാത്തത്. കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? ഞാൻ എത്ര തവണ നിങ്ങൾക്ക് ഇത് ഞാൻ പറഞ്ഞില്ല, ബുക്ക് ചെയ്ത ഡേറ്റ് ആകുന്നതിന് മുന്നേ എത്ര തവണ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഒരു സോഫ്റ്റ് ആയിട്ടൊക്കെ നമ്മള് ഒരു ഇടപെടുന്ന ആൾക്കാരൊക്കെ ആണല്ലോ. നമ്മള് അങ്ങോട്ടും അങ്ങനെയല്ലേ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഞാൻ ഒന്ന് ഗ്യാസ് എടുത്ത് എന്റെ തോളിൽ നിന്ന് ഗ്യാസ് എടുത്ത് നിലത്ത് വെക്കുമ്പോൾ ശകലം നിങ്ങളുടെ കൈക്കൊന്ന് തട്ടിപ്പോയെന്ന് എന്റെ അടുത്ത് കണ്ടുകൂടെ എന്നൊക്കെ പറഞ്ഞപ്പോ അതൊക്കെ ഒന്നും അറിയാതെ തട്ടിപ്പോയതല്ലേ. അതെ, അതിന് ഞാൻ പ്രത്യേകിച്ചിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. തട്ടിപ്പോയതിന് ഞാൻ വിചാരിച്ചു കഴുതി കൂട്ടി തട്ടിയാണെന്ന് ചോദിച്ചത്. ഇനിയിപ്പം കരുതി കൂട്ടി തട്ടിപ്പോയാൽ തന്നെ എന്നാ ഇതൊക്കെ അതിലേക്ക് ഇത്രയല്ലേ കാര്യമാക്കാനുള്ളേ. നമ്മൾ ഓരോ വീടുകളിലൊക്കെ ഗ്യാസൊക്കെ കൊടുക്കുമ്പോ ഇതൊക്കെയല്ലേ നമുക്കും മനസ്സിനൊരു സുഖമൊക്കെ ഉള്ളത്. വീടുകൾ നമ്മള് ഇതൊക്കെ ചുമന്ന് അവിടെ കൊണ്ട് വെച്ചു കൊടുക്കുമ്പോ നമ്മള് ഒരു സന്തോഷിച്ചിട്ട് രണ്ട് വർത്താനം പറയാ. ഈ വെയിലത്തൊക്കെ കൊടുക്കുമ്പോ നമുക്കും അതല്ലേ ഒരു സന്തോഷം. എല്ലാവരും സന്തോഷം. നിങ്ങള് താഴെയിൽ കൊണ്ടുകൊടുക്കുമ്പോ അങ്ങനത്തെ അവരെ ഒന്നും പറയില്ല? അവരൊക്കെ നമ്മളോട് നല്ല സ്നേഹത്തോടെയല്ലേ പെരുമാറുന്നു, സന്തോഷായിട്ട്. നിങ്ങൾ കാണല്ലേ, ഞാൻ അവിടേക്ക് ഗ്യാസ് കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ ഒരുപാട് സമയം എടുത്തിട്ടല്ലേ വരുന്നത്. അവര് നമ്മളടുത്ത് സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ നമ്മളും കുറച്ച് ഇരുന്ന് സംസാരിച്ച്, കാരണം അവരുടെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് പെരുമാറുന്നത്. ഞാൻ വിചാരിച്ചത് നിങ്ങള് അവിടുന്ന് ഇറങ്ങാൻ നേരം വരുമ്പോ ഞാൻ വിചാരിച്ച് നിങ്ങളവിടെ ഗ്യാസെല്ലാം ഇത് കുട്ടിക്ക് കണക്ഷൻ ഇതാക്കി കൊടുത്തിട്ട് വരുന്നതാണല്ലോ ഞാൻ വിചാരിച്ചത്. അതെന്താ പിന്നെ നിങ്ങൾ ലേറ്റ് ആയിരുന്നു ഇങ്ങനെ വർത്താനം പറഞ്ഞില്ല? നമ്മള് ഗ്യാസ് കണക്ഷൻ എല്ലാം കുത്തി കൊടുക്കും. ഇത് കുത്താൻ അവരും ശരിക്ക് സമ്മതം തരും. അപ്പൊ നമ്മള് ഗ്യാസിന്റെ കണക്ഷനൊക്കെ കുത്തി എല്ലാം പൈപ്പും ഗ്യാസൊക്കെ കണക്ട് ചെയ്ത് കറക്റ്റ് ആക്കിയിട്ടാണ് വരുന്നത്. നിങ്ങൾ പിന്നെ നിങ്ങളുടെ വീട്ടിൽ നമ്മൾ ഒന്ന് രണ്ടോട്ടം അതിനൊക്കെ ശ്രമിച്ചപ്പോ നിങ്ങൾ പറയും അത് അവിടെ വെച്ചേക്ക് ഞാൻ ആക്കിക്കോളൂ എന്നൊക്കെ പറയുമ്പോ പിന്നെ ഇങ്ങോട്ടൊരു സഹകരണം വേണ്ടേ? എന്ത് ജോലിക്കും അതിനേതായ ഒരു സഹകരണമൊക്കെ വേണ്ടേ ചേച്ചി? അല്ല, നിങ്ങള് ഗ്യാസിന് പൈപ്പ് കുത്താണ് അങ്ങനെ എങ്ങനെയാ സഹകരിക്കുന്നത്? ഞാന് അത് കുറ്റിയില് ഗ്യാസ് ഉള്ളതുകൊണ്ടല്ലേ, ബാക്കിയുള്ളതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞ കുത്തണ്ടാവുന്നു.
പിന്നെ എന്ത് വർത്താനം പറഞ്ഞതിന് വെച്ചിട്ട് ഗ്യാസ് കുത്തിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഗ്യാസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് കുത്തിച്ചാൽ മതി. ഗ്യാസിന്റെ കണക്ഷൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കൊടുത്താൽ മതി. തീർന്നിട്ട് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. എന്ന് വെച്ചിട്ട് ചിലപ്പോ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിന് വെച്ചാൽ വെള്ളം തരുമോ, ഇനി ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിപ്പോയാല് അങ്ങനെയൊക്കെയല്ലേ ഒരു. അല്ല, നിങ്ങൾ ഇതുവരെ എന്നോട് വെള്ളത്തിനൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. ഒരു പ്രാവശ്യം ചോദിച്ചു, ഞാൻ തന്നു. ഒരു പ്രാവശ്യം ചോദിച്ച് തന്ന്. പിന്നെ നമ്മള് എന്താ പറയാ, നമ്മള് വീട്ടില് ആണുങ്ങളില്ലാതെ വീട്ടിലൊക്കെ നമ്മള് കണക്ഷനൊക്കെ ചെയ്തു കൊടുത്ത് ചിലപ്പോ അവർക്ക് വേണ്ടുന്നല്ലേ നമുക്ക് വേണ്ടുന്ന ചില കാര്യങ്ങളൊക്കെ ചിലരൊക്കെ ഇങ്ങോട്ട് ചെയ്തു തരും. നിങ്ങളൊന്നും ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാ അവ ചേച്ചി അറിയാതെ പോലെ പറയുന്നുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവണ്ടേ? ഗ്യാസ് കൊണ്ടുതരുന്നവർക്ക് അല്ല വെള്ളം മുഴുവൻ വെള്ളം കൊടുത്തു. പിന്നെ ഞാന് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലല്ലോ. എന്നോട് ഗ്യാസ് കൊണ്ടുതരാൻ പറഞ്ഞപ്പോ നിങ്ങൾ എങ്ങനെയും പറയുന്നു. നിങ്ങളൊന്നും ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പം നമ്മള് അങ്ങോട്ട് ചേച്ചിയോട് പറഞ്ഞാല് ചേച്ചിക്ക് ചിലപ്പോ അത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ? പറഞ്ഞാലല്ലേ അറിയൂ. ചേച്ചി നമ്മള് ഗ്യാസൊക്കെ കൊണ്ടാന്ന് വെക്കുമ്പോ നമ്മളെ ജോലിയൊക്കെ തന്നെ സമ്മതിച്ച്, പക്ഷേ ചെറിയൊരു സഹകരണ മനോഭാവമൊക്കെ നമ്മളോട് ഉണ്ടാകണ്ടേ? എന്നാലല്ലേ നിങ്ങൾ വിളിക്കുമ്പോ അന്നേരം നമ്മള് എത്ര ലേറ്റ് ആയാലും അല്ലെങ്കിൽ ഗ്യാസ് ഇല്ലെങ്കിൽ ഗ്യാസ് ഉണ്ടാക്കിയിട്ട് അങ്ങ് കൊണ്ടുത്തരും. അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ അങ്ങനെയുള്ള സഹായമൊക്കെ ചെയ്തു കൊടുക്കും, ഇങ്ങോട്ട് സഹകരിക്കുന്ന പോലെ. അല്ല, നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഗ്യാസ് സിറ്റി കണക്ഷൻ കൊടുക്കാനാ? തന്നെ കണക്ഷൻ കൊടുക്കണമെന്നില്ല. പിന്നെ നമുക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷനൊക്കെ വേണ്ടേ? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. അത് മനസ്സിലായിട്ടും ചേച്ചി മനസ്സിലാകാതെ പോലെ പറയുന്ന. അല്ല, നിങ്ങൾ തുറന്നു പറഞ്ഞാലേ എനിക്കറിയൂ. നിങ്ങൾ ഇന്നെനിക്ക് കൊണ്ടുതരുമോ? അന്നേരം നിങ്ങൾക്ക് ഇരുന്ന് സംസാരിക്കാം. കൊണ്ടുതരുമോന്ന് ചോദിച്ചാൽ ഞാൻ എങ്ങനെയെങ്കിലും ഒരു കുറ്റി ഗ്യാസൊക്കെ നമുക്ക് തിരിച്ച് കൊടുക്കാനൊക്കെ പറ്റും. പക്ഷെങ്കില് നമ്മൾ അത്രയൊക്കെ എഫേർട്ട് എടുക്കുമ്പോൾ തിരിച്ചിങ്ങോട്ടും ചെറിയൊരു എഫേർട്ടൊക്കെ എടുത്തുകൂടെയെന്നാണ് ചോദിച്ചു വരുന്നത്. നിങ്ങൾ ആദ്യം ഗ്യാസും കൊണ്ടുപോവാ, അപ്പല്ലേ എനിക്കും പറഞ്ഞാലല്ലേ മനസ്സിലാവൂ. നിങ്ങൾ വീട്ടിൽ വന്നിട്ട് എന്താ കാര്യം എന്നോട് തുറന്നു പറ. അപ്പൊ പിന്നെ എനക്ക് പറ്റുന്നതാണെങ്കിൽ ചെയ്യാലോ. പറ്റുന്നതാണെങ്കിൽ ചേച്ചി മനസ്സ് വെച്ചാ പറ്റും. അങ്ങനെയാകുമ്പോ പിന്നെ ചേച്ചി ഗ്യാസിന് വേണ്ടി ഇങ്ങനെ ഡേറ്റും പറഞ്ഞു നിൽക്കൊന്നും വേണ്ട. തീരുമ്പോ അപ്പൊ ഒന്ന് എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. ആ സ്പോട്ടില് ഗ്യാസ് അവിടെ എത്തിയിരിക്കും. നിങ്ങൾ ഇന്ന് കൊണ്ടുതരുമോ? അതെ ചേച്ചിന്റെ ഒരു സഹകരണം എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് എന്നായാലും ഞാൻ പറഞ്ഞാൽ സഹകരിക്കാൻ പറ്റുമെന്നുള്ളൊരു ഇത് കിട്ടിയാല്. അല്ല, സഹകരിക്കാം. എന്ത് സഹകരണമെന്ന് എനിക്കറിയില്ലല്ലോ. നിങ്ങൾ ആദ്യം കുറ്റിയും കൊണ്ട് വാ, അപ്പൊ പിന്നെ നിങ്ങൾ ഇരുന്ന് വന്ന് പറഞ്ഞാലൊക്കെ സഹകരിക്കാമല്ലോ. സഹകരണം ഞാൻ പറഞ്ഞുതരുന്നാല് ചേച്ചി ഹസ്ബൻഡൊക്കെ ആയിട്ട് തെറ്റിയിട്ട് കുറെ നാളായിട്ട് ദൈവത്തിന്റെ അടുത്ത് വന്ന് ജീവിക്കുന്ന ആളല്ലേ. ചേച്ചിക്ക് അതൊക്കെ അറിയാം. ചേച്ചി ഹസ്ബൻഡൊക്കെ ആയിട്ട് തെറ്റിപ്പിരിഞ്ഞ് ഡിവോഴ്സിന്റെ വക്കില് ജീവിക്കുന്ന ആളല്ലേ. അപ്പൊ ഇങ്ങനെയൊന്നും പറഞ്ഞ ചേച്ചിക്ക് എന്താ മനസ്സിലാവൂലേ എന്താണ് സഹകരണം? സഹകരണ പറഞ്ഞേ? അല്ലാണ്ട് പിന്നെ വേറെ എന്ത് സഹകരണം ചേച്ചി? ഞാനിപ്പോ നിങ്ങള് ആദ്യം കുറ്റി കൊണ്ടെത്തണം. എനിക്ക് അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ്. നാളെ കുറച്ച് ആൾക്കാരുണ്ട് ഇരുന്നുണ്ട്. അപ്പൊ പിന്നെ ഒന്നും ഗ്യാസൊന്നും ഇല്ലാണ്ട് എനിക്ക് ഭയങ്കര പാടായിരിക്കും. കുറ്റിയാ കൊണ്ടത് ഞാൻ പറഞ്ഞതിനെ പറ്റി ചേച്ചിയുടെ ഒരു തീരുമാനം പറഞ്ഞ ഞാൻ ഇതാ ഇപ്പൊ ഒരു അരമണിക്കൂർ കൊണ്ട് ഞാൻ ഗ്യാസിന്റെ കുറ്റി അവിടെ എത്തിക്കും. അപ്പൊ കുറ്റി ഉണ്ട്,
അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ലൈനിലൊക്കെ കൊടുക്കാനുണ്ട്. അപ്പൊ നമ്മൾ അത്യാവശ്യം ഇതുപോലെ വരുന്ന കേസിന് വേണ്ടി 1-2 കുറ്റി നമ്മളെ കസ്റ്റഡിയിൽ ഇങ്ങനെ എപ്പോഴും വെക്കും. അതങ്ങനെയുള്ള നമ്മളായിട്ട് അടുപ്പമുള്ള ആൾക്കാരൊക്കെ വിളിക്കുമല്ലോ, അന്നേരം കൊടുക്കാൻ വേണ്ടി. അവരെ പണക്കാൻ പറ്റില്ലല്ലോ. ആ ഒരു ലിസ്റ്റിലേക്ക് ചേച്ചിയും കൂടി ഉൾപ്പെടുത്തണമെങ്കിൽ ചേച്ചി ഒന്ന് ഒറ്റൊരു സമ്മതം മൂളിയാൽ മതി, നമ്മളായിട്ടൊരു സഹകരണമൊക്കെ ഉണ്ടാകാം. ഞാനിപ്പോ എങ്ങനെ പറയുന്നു? ചേച്ചിക്ക് എതിർപ്പുണ്ടോ ഇല്ലയെന്ന് മാത്രം പറഞ്ഞാൽ മതി. ആദ്യം കേസാ വേണ്ടത്, എന്നിട്ട് ഞാൻ പറഞ്ഞാ പോരെ? അല്ല, എതിർപ്പില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം കൊണ്ടുവരും. ഞാനിപ്പോ ഒന്ന് ചെയ്യാം. നിങ്ങൾ കൊണ്ടെത്താം, ഞാനത് ഒരു സമ്മതമായിട്ട് എടുക്കുന്നുണ്ടേ. കൊണ്ടെത്തന്നാല് സമ്മതമായിട്ട് എന്തോ എടുത്തു. എന്നാ അത് 1/2 മണിക്കൂർ കൊണ്ട് കേസ് കൊണ്ടുവരാം.